അങ്ങനെ ഞങ്ങളും പോയി കണ്ണൂർക്കാരുടെ അഹങ്കാരമായിട്ടുള്ള പറശ്ശിനിക്കടയിലോട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഈവനിങ് ആയിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ കുറേയൊക്കെ കറങ്ങി അടിച്ച് അതിന് ശേഷം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മുത്തപ്പൻ്റെ വെള്ളാട്ടമൊക്കെ കാണാനാട്ടോ പോയേ. ഞങ്ങൾ ചെന്ന പാടെ ആദ്യം പ്രസാദം കഴിക്കാൻ പോയി. അത് മസ്റ്റാണ്. പിറ്റേ ദിവസം രാവിലെ ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ അങ്ങനെ അമ്പലത്തിലോട്ട് പോയി. അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വിഷ്വൽസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക എന്ന് എഴുതി കാണിച്ചു. അപ്പം ഞാൻ പേടിച്ചു, നമ്മളെടുത്തിട്ട് സീനാക്കണ്ടെന്ന് വെച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ തൊഴുത് കുറേ കാലങ്ങൾക്ക് ശേഷം മുത്തപ്പനെ കണ്ടുകൊണ്ടേ കുറേ പറയാനുണ്ടായിരുന്നു എനിക്ക്. പിന്നെയാണ് അറിഞ്ഞത് ബോട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കെട്ടിപ്പറക്കി ബോട്ടിൽ കയറി. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ബോട്ടിൽ കയറുന്നത്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിരിക്കണ വഴിക്ക് ഒരാൾ കിടക്കുന്ന കാണിച്ചു തരട്ടെ. ഞാൻ ഒരു ചെറിയ സ്ഥലം കിട്ടിയാൽ മതി, അപ്പോൾ കിടന്ന് ഉറങ്ങിക്കോളും. ഉപദ്രവമൊന്നുമില്ല. അങ്ങനെ ബോട്ട് ഇങ്ങനെ ചെറുതായിട്ട് അനങ്ങി തുടങ്ങി. എനിക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ബാക്കി എല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ചൊക്കെ ഇരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഓക്കെ ആയി. അത് കഴിഞ്ഞിട്ടൊരു വ്യൂ ഞാൻ കണ്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ പറശ്ശിനിക്കടവ് ഡയറക്റ്റ് കാണുന്നത്. എപ്പോഴും സൈഡിൽ നിന്നും ബാക്കിൽ നിന്നൊക്കെയാണ് വന്നിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു വ്യൂ എൻ്റെ മോനെ എങ്ങനെയാണ് അത് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ മനസ്സ് നിറഞ്ഞൊരു മൊമെൻ്റായിരുന്നു. എനിക്കത് പെട്ടെന്ന് തന്നെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. മുത്തപ്പനെ കണ്ടതും അവിടെ പോകാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.